ഉദ്ദേശം നടന്നു കഴിഞ്ഞു നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ. അല്ലല്ലല്ല, നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം. കുറച്ചായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനൊരു CPM അനുകൂല മാധ്യമ പ്രവർത്തകൻ. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ടത് ഈ പൂക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മെഴുകാൻ വന്ന റിജിൽ മാക്കുറ്റി എന്ന് പറയുന്നൊരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാവെ, അല്ലെങ്കിൽ പൂക്കി നേതാവിനെ നമ്മുടെ മാധു സജി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് വലിച്ചു കീറുന്ന കാഴ്ചയാണ്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ഏതൊക്കെയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കുറച്ച് കഥകൾ പറഞ്ഞു കൊടുത്തു വിട്ടതിൻ്റെ ഫലമായിട്ട് റിജിൽ എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നതാണ്. ഈ നമ്മുടെ മാധു സജിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ച് കീറാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ നേരെ തിരിഞ്ഞായിപ്പോയി. മാധു സജി അവനെ പിടിച്ച് ഇങ്ങനെ കീറി വിട്ടു. തിരിച്ച് മറുപടികൾ കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയെന്നേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓരോ തീരുമാനങ്ങളിലും മുഖ്യമന്ത്രി എടുക്കുന്ന ഓരോ കാര്യങ്ങളിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ വൈകിപ്പോകുന്നതായിട്ടും മുഖ്യമന്ത്രിയുടെ മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന പ്രകടനങ്ങളും പ്രഹസനങ്ങളുമൊക്കെ വെറും ഉടായിപ്പാണെന്നുമൊക്കെ ഉള്ളൊരു കാര്യങ്ങളെപ്പറ്റി ചാനൽ ചർച്ചകൾ നടത്തുന്ന സമയത്താണ് ഈ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ കുറേ അധികം കഥകളുമായിട്ട് മാധു സജിയെ അങ്ങ് വലിച്ചു കീറിയിട്ട് നമ്മുടെ സൈബർ പോരാളികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ലീഗുകാരന്മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ സൈബർ ഇടങ്ങളിൽ പണിയെടുക്കുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറ്റിയിട്ടിട്ട് അടിച്ചു പൊളിക്കാൻ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇവർക്ക് തെറ്റ് പറ്റിപ്പോയതല്ല, ഇവർക്ക് അബദ്ധം പറ്റിയത്. ഇവർ വിചാരിച്ചത് മാധു സജിക്ക് പകരം സ്മൃതി പരുത്തിക്കുരു വരും, അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കുരുവായിരിക്കും, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് പോലെ ആയിരിക്കും മാധു സജി തിരിച്ച് സംസാരിക്കുക എന്നായിരിക്കും. അങ്ങനെ ആയിരിക്കും വിചാരിച്ചത്. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും അവൾ വേണമെങ്കിൽ അത് കേട്ട് കരഞ്ഞുകൊണ്ടല്ലേ അവളത് പേടിച്ച് നിർത്തി പോകും. അവൾക്ക് അങ്ങനെ ഒരു താക്കീത് കൊടുക്കാം. ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു വില കാണും, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇവരെല്ലാം വിചാരിക്കും അല്ലെങ്കിൽ വിശ്വസിക്കും എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, മാധുവിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ദൈവമേ കയറി ചവിട്ടിയത് മൂർഖൻ പാമ്പിനെയാണല്ലോ എന്നുള്ളത്. എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി വീഡിയോയിൽ എന്താ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. എന്ന ധാരണ ആദ്യത്തെ സെന്റൻസ് മുതൽ വെച്ച് പുലർത്താൻ കഴിയുന്ന എന്ത് തെളിവ്? ഇത്രയും അങ്ങ് പറഞ്ഞല്ലോ, ഇത്രയും കാലം ചർച്ചയുണ്ടത് വിഷയാധിഷ്ഠിതമല്ലാതെ CPM അനുകൂലമായ കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടെടുത്തുള്ള ഒരു ചർച്ച അങ്ങ് പറയൂ. ഞാൻ ഏത് പാർട്ടിക്കാരെയാണ്, എന്റെ ഏത് രാഷ്ട്രീയമാണെന്നോ അങ്ങേക്കാരുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. അങ്ങേക്ക് പറയാൻ പറ്റും. ഒരു മര്യാദയ്ക്ക് സർക്കാരിന്റെ നിലപാടിന് ഘടകവിരുദ്ധമായി നിലപാട് സ്വീകരിച്ചുള്ള ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. പക്ഷേ ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് മുഴുവൻ സ്വീകരിച്ചിട്ട് പോലും അയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ടയുണ്ടോ എന്ന് എനിക്ക് വിലയിരുത്താൻ കഴിയുക. ഞാൻ അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ടയുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുക. ഞാൻ അങ്ങയോട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കണ്ടില്ലേ, പൂക്കി മുഖ്യൻ്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ വാ അടഞ്ഞിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? എന്തോ വലിയ മാസാവാൻ വേണ്ടി വന്നിട്ട് അണ്ണൻ ആസായി പോകുന്നൊരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഞാനൊരു കമ്മിണിയാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ സംഘികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്മികൾക്ക് വേണ്ടിയിട്ടോ പണിയെടുക്കുന്നവളാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സാധൂകരിക്കാൻ സാധിക്കും വിധമുള്ള എന്തെങ്കിലും ഡേറ്റ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്നാണ് ഈ പറയുന്ന പൂക്കികളുടെ കൂട്ടത്തിലുള്ള ഒരു അടിമയുടെ അടുത്ത് മാധു സജി പറയുന്നത്. പക്ഷേ തിരിച്ചു പറയാൻ അയാളുടെ കയ്യിൽ മറുപടിയില്ലാതെ വാ പൂട്ടി വാ അടപ്പിച്ച് വിട്ടിരിക്കുന്നൊരു കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. അതിലൊന്നും മിണ്ടാതെ ഇരിക്കുന്ന കാഴ്ചകൾ കാണണമല്ലോ. മര്യാദയ്ക്ക് സംസാരിച്ചോണം. നിങ്ങളുടെ സൂക്കേടെന്ന് പറയാനായിട്ട് നിനക്കൊന്നും ഒരു അധികാരമില്ല. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുകയും സംസാരിച്ചാൽ മതി, അതാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് മാധു സജി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും മിണ്ടാതിരിക്കുന്ന റിജിൽ മാക്കുറ്റി പൂക്കുറ്റി നോക്കിയാൽ പൊട്ടിക്കേണ്ടതാണ്. പക്ഷേ മാധു സജി നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മറുപടി. ബാക്കി എന്താ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ നിലപാട് എന്താണെന്നാണ് കോൺഗ്രസിനോട് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതിനങ്ങ് ഞാൻ ചാപ്പകുത്തുന്നു, എന്റെ സൂക്കേട് എന്താണെന്ന് അറിയാം എന്നൊക്കെയുള്ള തരത്തിൽ എനിക്ക് അങ്ങയോട് അങ്ങനെ ഒരു പരിതാപാവസ്ഥ ഉണ്ടല്ലോ. മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാൻ വാക്കുകളില്ലാത്ത, മാന്യമായ വാക്കുകൾ നാവിലില്ലാത്തതിന്റെ പരിതാപാവസ്ഥയെ കുറിച്ച് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ഈ ഭാഷയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഭാഷയിൽ ചർച്ച എനിക്കറിയില്ല. അമ്മാതിരി വർത്താനൊന്നും പറയണ്ട. ഞാൻ ഈ ചർച്ച പൊതുസമൂഹത്തിൽ വെക്കാൻ തയ്യാറാണ്. അമാന്യമായ ഒരു വാക്ക് ഞാൻ ഈ ചർച്ചയിൽ
ചോദിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ വെച്ചിട്ടില്ല. ചോദ്യമായി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ ചർച്ച ഞാൻ പൊതുസമൂഹത്തിലൊക്കെ അമാന്യമായ ഒരു വാക്ക്, രാഷ്ട്രീയ ബുദ്ധിയോടെ രാഷ്ട്രീയ വൈരുദ്ധ്യത്തോടെ ഒരു വാക്ക്, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക തുടങ്ങിയ ചോദ്യങ്ങളല്ലാതെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ടാർഗറ്റ് ചെയ്യുന്ന ഒരൊറ്റ വാക്ക് ഞാൻ ഒരു കാലത്തും ഒരു ചർച്ചയിലും ഉന്നയിച്ചിട്ടില്ല. ഈ ചർച്ചയിലും ഉന്നയിച്ചിട്ടില്ല. ആശയവിനിമയം ചെയ്യാൻ മാന്യമായ വാക്കുകൾ നാവിലില്ല എങ്കിൽ അത് എന്റെ പരിമിതിയിലാണ്. അങ്ങയുടെ രാഷ്ട്രീയ ബുദ്ധിയെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പരിമിതിയാണത്. കൊടുക്കേണ്ട ഇടങ്ങളിൽ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെയാണ് മാത്തുസിജി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പുള്ളിക്കാരി വ്യക്തമായിട്ട് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള അനുയായികളെ വലിച്ചു കീറിയിരിക്കുകയാണ്. തിരിച്ചൊന്നും പറയാൻ പറ്റാതെ റിജിൽ അവിടെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും വലിയ ഇതിലും നല്ലൊരു മറുപടി ഈ സ്വപ്നങ്ങളിൽ മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും കേട്ടോ. അങ്ങനെ തോന്നും വിധം തന്നെയാണ് നമ്മുടെ മാത്തുജി മറുപടി കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കമ്മിയാണെന്നോ ഞാനൊരു അടിമയാണെന്നോ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും വലതുപക്ഷത്തിന് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നൊരു ജേർണലിസ്റ്റ് ആണെന്നുമൊക്കെ നിങ്ങളുടെ മുൻവിധികൾ കാണും. ആ മുൻവിധികൾ വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ നോക്കല്ലേ റിജിൽ മോനെ എന്നുള്ളൊരു മറുപടിയാണ് മാത്തുജി കൊടുക്കുന്നത്. നല്ലൊരു തിരിച്ചടിയാണ് കൊടുക്കുന്നത്. അവിടെ തിരിച്ചൊന്നും പറയാനില്ലാതെ റിജിൽ മാക്കുറ്റി ഇരിക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ പ്രശ്നമെന്നേ. നേരെ ചൊവ്വേ മുന്നിൽ നിന്ന് ഒരുത്തനൊരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയാനില്ലാതെ പെട്ടുപോകും. അതാണ് ഇവന്മാരുടെ അവസ്ഥ. കാരണം പറയാനായിട്ട് ഇവന്മാരുടെ കയ്യിൽ മറുപടിയില്ല. എന്തൊക്കെയോ വലിയ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ വലിയ മറ്റേതും മറിച്ചതുമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ വന്നു കിടന്ന് മെഴുകാൻ മാത്രമേ ഇവന്മാർക്ക് അറിയുള്ളൂ. പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടാൻ ഇവന്മാർക്ക് കഴിയില്ല എന്ന് സാരം. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കാത്ത വിധത്തിലേക്ക് പൂക്കികൾ മാറിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഞാൻ ഈ ഒരു വിഷയത്തിൽ മത്സ്യത്തൊഴിലാളിയുടെ മകൾ പ്രതികരിക്കുന്നൊരു കാഴ്ചകളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ മറ്റുള്ള സമീപ തീരപ്രദേശങ്ങളിലും കാണാതായിട്ടുള്ള അവരുടെ ഉറ്റവരെ തേടിക്കൊണ്ട് വന്നിട്ടുള്ള അവരുടെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ പ്രതികരണങ്ങളുമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച 916 കമ്പനി എന്നെല്ലാവരും പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ പ്രതികരണം കൂടി ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ അല്ല കുറ്റപ്പെടുത്തുന്നത്. ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ സിസ്റ്റം ഫെയിലിയർ ആണ്. അതിന് നിങ്ങളൊരു അപ്ഡേഷൻ പോലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതും അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓഖി കാലം മുതലേ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓഖി കാലം മുതലേ അവിടെ നടന്ന ആ ഫെയിലിയർ സിസ്റ്റത്തിന് തന്നെ ഓഖി തന്ന സമയത്ത് ഇപ്പോഴിരിക്കുന്ന സർക്കാരാണോ ഭരിച്ചത്? എന്തിന് പണിക്ക് പോകുന്നെന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തിന് പണിക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവരവരുടെ കുടുംബം പോറ്റാനാണ് പണിക്ക് പോകുന്നത്. ഈ രാമേശ്വരത്തോട്ട് ഉള്ള കാരണം കടലിന്റെ അടിയൊഴുക്ക് ആ സമയത്ത് തമിഴ്നാട് ഭാഗത്തോട്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് കളക്ടറിനെ കാണാൻ പോയപ്പോഴും AD കാണാൻ പോയപ്പോഴും ഒരു 3 ദിവസം മുമ്പ് ഇത് സൂചിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് ആ ഏരിയയിലോട്ടാണ് നിങ്ങൾ സെർച്ച് നടത്തേണ്ടതെന്ന്. പക്ഷെ ഇന്നലെ എനിക്ക് ഇതിനെപ്പറ്റി എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയത്തില്ല. ഇന്നലെ വിളിച്ചിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ചോദിക്കുകയാണ് എവിടെയാണ് തിരക്കേണ്ടതെന്നും വീണ്ടും രാമേശ്വരത്താണെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അറിയുന്നത് തമിഴ്നാട് കളക്ടറിനോട് ഇപ്പോഴാണ് ആ ഒരു ഏരിയയിലോട്ട് സെർച്ച് നടത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടത്തിനെ പറ്റി അല്ല ഒരു ഭരണപക്ഷത്തിനെ പറ്റി പറയുമ്പോൾ അതിൽ വിമുഖത തോന്നിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല റിജിൽ മോനെ. അത് നിങ്ങളുടെ കഴിവുകേടാണ്. ആദ്യം നിങ്ങളുടെ ആ ഒരു കഴിവുകെട്ട സംവിധാനങ്ങളെ ഒന്ന് കഴിവുള്ളതാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക. എന്നിട്ട് നിങ്ങളെ കളിയാക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുക. അല്ലാതെ ജയിപ്പിച്ചു വിട്ട ആളുകളുടെ വായടപ്പിക്കാനും അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനും അവരെ പിടിച്ചങ്ങ് കാപ്പ കേസിലകത്തിടാനും അവരെ വലിയ ഗുണ്ടകളാക്കി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാലേ അതിനേ സമയം കാണുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അത് പിണറായി വിജയൻ തെറ്റ് ചെയ്താൽ പിണറായി വിജയനെതിരെ ആയിരിക്കും, VD സതീശൻ ചെയ്താലും VD സതീശനെതിരെ ആയിരിക്കും. അറ്റ് ദി സെയിം ടൈം പിണറായി വിജയൻ നല്ലത് ചെയ്യുന്നെങ്കിൽ പിണറായി വിജയനോടൊപ്പവും VD സതീശൻ നല്ലത് ചെയ്താൽ VD സതീശനോടൊപ്പവും ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഇന്ന ആളിനെ കാണുമ്പോൾ ഇന്നത് പറയണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒന്നുമില്ല. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ അവരെപ്പറ്റി അതിരൂക്ഷമായിട്ട് വിമർശിച്ച ആളുകൾ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ. നിങ്ങളെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, പഴയ ആളുകൾക്ക് കേട്ടോ. അപ്പോൾ അന്നെന്താണ് പ്രതികരിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളവർ ഇവിടെ വന്നിട്ട് എന്നെ കമ്മിയാക്കാനായിട്ട് ശ്രമിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതറിയാത്ത അടിമകൾ മെഴുകിക്കൊണ്ടേയിരിക്കും. കുഴപ്പമില്ല, മെഴുകിക്കും. നിങ്ങളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം തന്നെയാണ്. ആ വീഡിയോസ് എല്ലാം താഴേക്ക് പോയി പുതിയ വീഡിയോസ് മുകളിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഴപ്പമാണ്. പക്ഷേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യം എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യടേ. പിണറായി വിജയൻ്റെ മൂടും തായിക്കൊണ്ടിരിക്കാതെ.